ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബെച്ചമൽ സോസാണ്, അതായത് വൈറ്റ് സോസ്. നമുക്ക് പാസ്തയോടൊപ്പം ലസാനിയ അതുമാതിരി സാൻഡ്വിച്ചസിന് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വൈറ്റ് സോസ്. അപ്പോൾ വൈറ്റ് സോസ് ഇത് വെച്ചിട്ടൊരു റെസിപ്പി വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രയറായിട്ട് ഉണ്ടാക്കി വെച്ചോളൂ. അപ്പം ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. സോസ് പാൻ ചൂടായി കഴിഞ്ഞുടനെ നമുക്ക് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം, ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം പാൻ ചൂടായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെണ്ണ എടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഉപ്പില്ലാത്ത വെണ്ണയാണ് കേട്ടോ, അൺസോൾട്ടഡ് ബട്ടറാണ്. അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല, പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്. പിന്നീട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാമല്ലോ, അതുകൊണ്ട്. അപ്പം വെണ്ണ ഇതാ ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ കളറോ ടെക്സ്ചറോ ഒന്നും മാറണ്ട. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്യുക. ഒരു 2-3-4 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോകും. ഒരുപാട് ഹൈ സ്പീഡിലിട്ടിട്ട് ഇത് മിക്സ് ചെയ്യരുത്, കാരണം കരിഞ്ഞു പോവും. ബട്ടർ പെട്ടെന്ന് ഉരുകിയിട്ട് നെയ്യാവും, അതിൻ്റെ കളറെല്ലാം മാറും. അപ്പം ജസ്റ്റ് ഒന്ന് 2-3 സെക്കൻഡ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 കപ്പ് പാല് വേണം. പാല് നമുക്ക് കുറച്ചായി കാണുന്നുണ്ടേ, കുറച്ച് ഒഴിച്ചുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വിസ്ക് കൊണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു സിലിക്കോൺ വിസ്ക്കാണ്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇളക്കാൻ സൗകര്യം അത് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയി ഇളക്കിക്കൊണ്ടിരിക്കുക, അത് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. എന്നിട്ട് ആ ഒരു കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. പാല് മുഴുവൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇനി നല്ല തിക്ക് സോസായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരുപാട് പണിയൊന്നുമില്ല, ഒരു 4-5 മിനിറ്റിൽ ഈ സോസ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ അതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തത്. അപ്പോൾ സോൾട്ടഡ് ആണെങ്കിൽ ഉപ്പ് ഇത്രയും ആവശ്യം വരില്ല, കുറച്ചേ ആവശ്യം വരില്ല. ഉപ്പ് നോക്കിയിട്ട്, ടേസ്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാലല്ലേ ആഡ് ചെയ്യുന്നത്. അപ്പോൾ പാല് ആഡ് ചെയ്യുന്ന സമയത്ത് നല്ല പാല് നോക്കി ആഡ് ചെയ്യണം, കാരണം നമ്മൾ ആ ചൂടിലോട്ടാണ് പാൽ ഒഴിക്കുന്നത്. അപ്പോൾ പാല് പിരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അങ്ങനെ എങ്ങാനും പിരിഞ്ഞു പോയാൽ പിന്നെ ഈ നമ്മൾ ഈ ചെയ്തതൊക്കെ വേസ്റ്റായി പോകും. അതുകൊണ്ട് അത് മാത്രം ശ്രദ്ധിക്കുക. ബെച്ചമൽ സോസിൽ നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഒരു റൂൾ എന്താ വെച്ചാൽ, ബെച്ചമൽ സോസിൽ എപ്പോഴും വൈറ്റ് പെപ്പർ പൗഡർ, വെളുത്ത നിറത്തിലുള്ള കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതില്ലെങ്കിൽ നമ്മുടെ സാധാരണ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, പക്ഷേ എപ്പോഴും വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ ആ വൈറ്റ് കളർ വരുന്നത് വൈറ്റ് പെപ്പർ പൗഡർ കൊണ്ടാണ്. കണ്ടില്ലേ, ഇപ്പം തന്നെ എൻ്റെ ടെക്സ്റ്റ് മാറിയോ നോക്കൂ, തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ടെക്സ്റ്റ് മാറി വരണുണ്ടോ. ഞാനിപ്പോൾ ഒരു തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇത്ര നേരം ലോ ഫ്ലെയിമിലായിരുന്നു, അതാണ് തിളയ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇനി ഒരു തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ വയ്ക്കാൻ പോവുകയാണ്. ഇത് നല്ല തിക്കായിട്ട് വരും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇരിക്കുന്നതോറും നല്ലോണം തിക്കാവും. അപ്പം അത് കണക്ക് കൂട്ടിയിട്ട് വേണം നമുക്ക് തീ ഓഫ് ചെയ്യാൻ. ചൂടാറി കഴിഞ്ഞാൽ പിന്നെയും തിക്കാവേ, അതുകൊണ്ട് അത് മാത്രം ശ്രദ്ധിക്കുക. കണ്ടില്ലേ, 1 മിനിറ്റ് വീണ്ടും ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ജാതിക്കയുടെ പൊടിയില്ലേ, അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ചെറിയ ഒരു 2 നുള്ള് വരുന്ന മാതിരി, അത്രയും വേണ്ടു. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ജാതിക്കയുടെ ഫ്ലേവർ നല്ലോണം മേലെ നിൽക്കും. അപ്പോൾ ഒരു 2 നുള്ള് വരുന്ന മാതിരി ഞാൻ ജാതിക്ക നമ്മുടെ ഗ്രേറ്ററിൽ കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നട്ട്മെഗാണ് കേട്ടോ ജാതിക്ക പറയുന്നത്. അപ്പം 2 നുള്ള് കണ്ടോ, ഇത്രയും വേണ്ടു. ഒരുപാടായി കഴിഞ്ഞാൽ അത് സ്പൈസ് മാറും, അതൊരു സ്വീറ്റ് ഡിഷിന് ആഡ് ചെയ്യുന്നതായിപ്പോവും, ആ ഫ്ലേവർ ആയിപ്പോവും. കണ്ടോ, ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ 2 സെക്കൻഡിലായിട്ടുള്ളൂ, ഇപ്പോഴേക്കും തിക്കായി നോക്കൂ.
അപ്പോൾ ഇനി ചൂടാറും തോന്നും ഇനിയും തിക്കാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബെച്ചമൽ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെച്ചോളൂ. ഞാൻ ഇത് വെച്ചിട്ടൊരു റെസിപ്പി വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വൈറ്റ് സോസ്. പാസ്തയ്ക്കെല്ലാം നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.